Philippians chapter 4 verse 13. I can do all things to Christ who sustains me and who strengthens me. എൻ്റെ പേര് ജിബി, എൻ്റെ ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ, മോൻ ഏഡൻ, മോൾ ആഞ്ചല. ഞങ്ങൾ ഗുജറാത്തിലെ ജാംനഗറിലെ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റ് 11 എല്ലാവരും വരുന്നത് പോലെ തന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് നീഡ്സിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിൽ ആദ്യത്തേതായിരുന്നു എൻ്റെ IELTS എക്സാമിനേഷൻ്റെ പാസ്സാകുക എന്നുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര വലിയ പാടുള്ളതൊന്നും അല്ലായിരുന്നു. ഞാൻ അതിന് മുൻപ് OET 2 തവണ എഴുതിയിട്ടുണ്ട്. ഞാനൊരു നേഴ്സാണ് ബേസിക്കലി. OET എഴുതിയപ്പം എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഏതിലായിരുന്നോ അതാണ് എനിക്ക് കിട്ടാതെ പോയത്, അതായത് റൈറ്റിംഗ്. ഞാൻ ഒരുപാട് എഴുതുന്ന ആളാണ്. അതുകൊണ്ട് ഏതൊരു ടോപ്പിക് എനിക്ക് തന്നാലും അതിനെക്കുറിച്ചൊരു 4-5 പേജ് എനിക്ക് എഴുതാൻ പറ്റും. എൻ്റെ കോളേജ് ലൈഫ് മുതൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ബട്ട് എൻ്റെ മെറിറ്റ് എവിടെ ആയിരുന്നോ 100% ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ബട്ട് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ OET എനിക്ക് കിട്ടാതായപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് അങ്ങ് പോവുക. കാരണം ചുറ്റുപാടുള്ളവരെല്ലാം പറയും ജിബിക്ക് കിട്ടിയില്ലയോ എന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ OET എഴുതുന്നില്ല എന്ന്, ഇനി IELTS എഴുതുന്നുള്ളൂ. ബിക്കോസ് IELTS റൈറ്റിംഗ് 2 പാർട്ടായിട്ടാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം IELTS ഞാൻ അപ്പിയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ വരുവാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി. അതായത് എന്നാണ് എൻ്റെ റിസൾട്ട്സ് അറിയുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ റിസൾട്ട് തുറന്ന് നോക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. സോ 11th ഓഗസ്റ്റ് 2023 ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ു. അതിനു മുൻപ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് ഈ ഉടമ്പടി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. അന്ന് മോള് കുഞ്ഞാണ്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 5:30 ഏർലി മോർണിംഗ് പ്രെയർ ചെയ്യാൻ പറ്റുമോ, ഒരു കോൺഫിഡൻസ് ഇല്ല. ഒരു ട്രയൽ എന്ന രീതിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ബട്ട് ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്തു. റിസൾട്ട് നോക്കിയപ്പം എനിക്ക് റൈറ്റിംഗ് കിട്ടി. ബട്ട് എൻ്റെ സ്പീക്കിംഗ് പോയേക്കുവാണ്. അവിടെ വെറും 0.5 എൻ്റെ സ്പീക്കിംഗ് പോയേക്കുവാണ്. അപ്പം എനിക്ക് പക്ഷേ ഒരു പേടിയോ ഒന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടിയിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പം ദൈവത്തെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് ഇനി ഞാൻ IELTS അപ്പിയർ ചെയ്യുമ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ അപ്പിയർ ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെ എല്ലാവരെയും ഞാൻ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു. അതായത് രാവിലെ കിച്ചണിൽ കയറുമ്പോൾ മുതൽ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും അങ്ങ് ഓണാക്കി ഇടും. പിന്നെ 6 to 10 o'clock കണ്ടിന്യൂസ്ലി ഇത് തന്നെ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീല ഡ്രസ്സിട്ട് എക്സാമിനർ വരണേ. അപ്പം സ്പീക്കിംഗ് എൻ്റെ പോയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിഷ് ചെയ്ത് മാതാവേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നീല ഡ്രസ്സിട്ടൊരു എക്സാമിനർ ആയിരിക്കണമേ എന്ന് ഞാൻ കേട്ടത് അറിവ് വെച്ചു. ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുമ്പോൾ തന്നെ ആ ക്യാബിൻ്റെ സൈഡിൽ ആരും ചവിട്ടാത്തെടുത്ത് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തോട്ട് കയറുമ്പം ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു നീല സ്കൈ ബ്ലൂ കളർ ഷർട്ട് ഇട്ടൊരു സാറാണ് നിൽക്കുന്നത്. ഭയങ്കര പ്ലെസൻ്റായിട്ട് എന്നെ വെൽക്കം ചെയ്തു. എൻ്റെ കോൺഫിഡൻസ് തന്നെ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ നന്നായിട്ട് അപ്പിയർ ചെയ്തു. എന്നിരുന്നാൽ പോലും ഉള്ളിലൊരു പേടിയുണ്ട് അപ്പിയർ ചെയ്തെങ്കിൽ പോലും. തിരിച്ചു വന്നു, റിസൾട്ട് അറിഞ്ഞു. October 20 എനിക്ക് എല്ലാ മൊഡ്യൂൾസിലും റിക്വയർഡ് സ്കോറിൽ കൂട്ടി കൂടുതൽ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ് എനിക്കിത് കിട്ടിയത്. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഈ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം എൻ്റെ മോൻ്റെ കാര്യം ഞാൻ വെച്ചു. ഏടന് 2.5 വയസ്സ് മുതൽ രാത്രിയിൽ പേടിക്കുമെന്ന് വെച്ചാൽ ഒരു 12-ന്റെയും 3-ന്റെ ഇടയ്ക്ക് ഈ കൊച്ചു ഞെട്ടി എണ്ണിച്ചിട്ട് നമ്മളെ ആരെയും തിരിച്ചറിയാത്ത രീതിയിൽ എൻ്റെ കുഞ്ഞ് വലിയ വായിൽ കരയും. മോനെ അമ്മയാന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചറിയത്തില്ല നമ്മളെ. കണ്ണുകൾ തുറന്നാണ് എന്തോ കണ്ട് പേടിക്കുന്നത് രീതി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആദ്യമായിട്ട് ഇത് നടക്കുമ്പം എനിക്ക് പറ്റുന്നില്ല എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ. എന്തുവാന്നുള്ളത് പിശാച് കയറി യൂട്യൂബിൻ്റെ ഫേസ് അങ്ങ് എക്സ്പ്രഷൻ തന്നെ അങ്ങ് ചേഞ്ച് ആവും. സാത്താൻ കാണിക്കുന്നത് നമ്മളെ തള്ളിക്കളയും അവനങ്ങ്. അപ്പം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ ഇവനെ വെച്ചു. കാരണം
ഇവന് 7 വയസ്സ് 8 വയസ്സ് വരെ ഇത് നടന്നുകൊണ്ടേ ഇരിക്കും ഈ സംഭവം. ആദ്യമൊക്കെ മാസത്തിൽ ഒരിക്കലാകുന്നത് പിന്നീട് മാസത്തിൽ 4-5 തവണ, ആഴ്ചകളിൽ ദിവസം ഉണ്ടാകാറ്. ഒരു 8 ഇയേഴ്സ് വരെ ഞാൻ 12 to 3 o'clock സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഉറക്കത്തിൽ ഞാൻ ഞെട്ടി എണ്ണിക്കുമ്പോൾ പേടിയാണ്. അപ്പം ഉണർന്നിരുന്ന് ഇവൻ എപ്പം വരും എന്നുള്ളൊരു കാത്തിരിപ്പ് പോലെയായി ജീവിതം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മോൻ്റെ വിഷയം വെച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലം എന്നും ഇവനെ തേക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഇവൻ്റെ തലക്കീഴിൽ ഞാൻ പേപ്പർ എടുത്ത് വെച്ചു, ഉടമ്പടി ന്യൂസ് പേപ്പർ എടുത്തു ഇവൻ്റെ തലണക്കീഴിൽ വെച്ചിട്ട് ഞാൻ ഇവൻ്റെ കഴുത്തിൽ വെളിയിൽ നിന്ന് ഒരു കൗണ്ടറിൽ നിന്ന് ഒരു കാശ് രൂപം ചെറുത് വാങ്ങിച്ചിട്ട് കറുപ്പ് നൂലിൽ കെട്ടി എൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. അപ്പം ഞാൻ വിശ്വസിച്ച് ഇനി എൻ്റെ കുഞ്ഞിന് ഇനി ഒരിക്കലും ഇതുണ്ടാകില്ല എന്നുള്ളത്. അപ്പം 90 days ഉടമ്പടിയിൽ ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ബിക്കോസ് ഞങ്ങളൊരു പീഡിയാട്രീഷ്യൻ ഇത് കാണിച്ചതാണ് ഓൾറെഡി. അപ്പം പറഞ്ഞ് പുഷ്പഗിരി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഇവനെ കൊണ്ടുപോകണം, ഒരു ന്യൂറോ കൺസൾട്ടേഷൻ ആവശ്യം വരും. ബിക്കോസ് ഇവൻ പ്രിമച്വർലി ബോൺ ആണ്. ഞാൻ 7th month ആയിരുന്നപ്പോൾ എനിക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പം ഇവൻ പ്രിമച്വർ ബോൺ ആയതുകൊണ്ട് ബ്രെയിനിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ആയിരിക്കും ഇതിൻ്റെ പ്രോബ്ലം എന്ന് അവർ പറയുന്നത്. ബട്ട് എനിക്ക് നേഴ്സ് ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ മെഡിസിൻസിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു മരുന്ന് പോലും ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു, ഉടമ്പടിയിൽ വെച്ചു. 90 days ഇവൻ ഇത് ഉണ്ടായിട്ടേ ഇല്ല. ഇവൻ ഉണ്ടാകും, ഒരു ഞെട്ടൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ മേളിൽ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവൻ ശാന്തമാവും. എന്നിട്ട് ഇവൻ കിടന്ന് ഉറങ്ങും സമാധാനമായിട്ട്. കുഞ്ഞിന് രാവിലെ ആകുമ്പോൾ ഇതൊന്നും ഓർമ്മയില്ല. ഞാൻ ഇവനോട് ചോദിക്കും, മോനെ എന്തുവാ രാത്രി മോൻ എല്ലാം പേടിക്കുന്ന സ്വപ്നം കണ്ടോ? ഇവനിതൊന്നും ഓർമ്മയില്ല. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഇവനെ ഇത് ഓർമ്മിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പം ഞാൻ ഗുജറാത്തിലാണ്, ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. 2 ദിവസമായിട്ടുള്ള എൻ്റെ ഉടമ്പടി തീർന്നിട്ട്. അപ്പം ഇവന് കാറിൽ ബൈ റോഡ് ഞങ്ങൾ വരുക ഗുജറാത്തിൽ നിന്ന് കേരള, കാറിൽ നാട്ടിൽ കയറിയപ്പോൾ ഇവന് നല്ല രീതിയിൽ വന്നു. ഹൈ റേഞ്ച് ആയിരുന്നു, ഞങ്ങൾക്ക് കാർ നിർത്താൻ പറ്റത്തില്ല. ഇവൻ ബാക്ക് സീറ്റിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുക, ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇതുവരെ ഞാൻ കാണാത്ത രീതിയിൽ ഇവനിങ്ങനെ വരുവാണ്. ഇവനിങ്ങനെ നമ്മളെ തല്ലുവായിട്ടിട്ട് നമ്മളെ തൊടാൻ സമ്മതിക്കുന്നില്ല, പേടിച്ച് കരഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഉടമ്പടിയുടെ കാശിരുമ്പ് എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് തൈലം തേച്ചപ്പോൾ ശാന്തനായി ഇവനങ്ങ്. ശാന്തനായിട്ട് എനിക്കന്നേരം മനസ്സിലായി മാതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ സ്ഥിരം ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. കാരണം ഈ ഉടമ്പടി എനിക്കൊരു പ്രൊട്ടക്ഷൻ കവറേജ് ആണെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കവറേജ് ആണെന്ന് മനസ്സിലായി. നമ്മളെല്ലാവരും ഇൻഷുറൻസ് ഒക്കെ നമ്മുടെ ഹെൽത്ത് കവറേജിന് വേണ്ടി എടുക്കുന്ന തൊട്ട് ഞാൻ ഉടമ്പടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്ത് കവറേജിൽ വെച്ചേക്കുന്നത്. അപ്പം ഇവന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നെക്സ്റ്റ് 90 days ഇവനത് വന്നിട്ടില്ല. വീണ്ടും 2 days ഗ്യാപ്പ്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരണം, ഇവരുടെ സ്കൂളൊക്കെ നടക്കുവാണ്. എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് 3 മാസം കൂടുമ്പോൾ തന്നെ ഇത് പുതുക്കിക്കൊണ്ടിരിക്കും. ആ ഗ്യാപ്പിൽ ഇവന് വീണ്ടും വരുവാണ്. അപ്പം എനിക്കത് മാതാവ് കാണിച്ചു തന്ന 2ാമത്തെ അടയാളമാണ് നീ ഉടമ്പടിയിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കണം എന്നുള്ളത്. ഇപ്പം 6 മാസത്തിന് മേളിലായി എൻ്റെ കുഞ്ഞിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ കരുതുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് 3ാമത്തത് എൻ്റെ അനിയത്തി യൂറോപ്പിലെ ഒരു കൺട്രിയിലാണ്. അവൾ പോയിട്ട് 5-6 വർഷമായി, കല്യാണം കഴിഞ്ഞ് പോയതാണ്. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ അവളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഈക്വലൻസി, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈക്വലൻ്റ് ആണെന്ന് തെളിയിക്കണം നമുക്ക് വേറൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പം അവൾക്കല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ എംബസിയിൽ നിന്ന് ഇവൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ മെയിൽ അയച്ചു, ഇത് ഈക്വലൻ്റ് ആണോ, ഇവിടെ പഠിച്ചിട്ടുണ്ടോ. 3 വർഷമായിട്ട് ഒരു റിപ്ലൈ പോലും ഇല്ല. ഇവൾ എന്നും വിളിച്ച് എന്നോട് കരയും. ബട്ട് ഈ കുട്ടിക്കും അത്ര വിശ്വാസമില്ല ഉടമ്പടിയിലും മാതാവിലും. കാരണം ഞങ്ങൾ ഓർത്തഡോക്സ് ഓൾറെഡി മാതാവ് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, നോയമ്പുകൾ നോക്കുന്നതാണ്. അപ്പം ഈ വിഷയം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ അറിയണത് ഈ കോളേജ് യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആയെന്ന്. അതുകൊണ്ട് അവിടെ നിന്ന് റിപ്ലൈ ഇല്ലാത്തത്. അപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ മെയിൽ പോകും? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അവൾ ആ പഠിച്ചത് വെറുതെ ആയിപ്പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റിങ് ചെയ്യുമ്പം ഇവിടെ ഫോണേ എടുക്കുന്നില്ല. ഒരു മെയിലെങ്കിലും ചെന്നാൽ മതി, ഇന്ന ഒരു കോളേജ് ഇവിടെ ഉണ്ടായിരുന്നു, പൂട്ടിയില്ല, പക്ഷേ ഇവൾ പഠിച്ച സമയത്ത് ഈ കോളേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാരും മെയിൽ അയക്കാൻ തയ്യാറല്ല. അങ്ങനെ ഞാൻ എൻ്റെ കാശ് രൂപം
എൻ്റെ ഫോണിൻ്റെ മേളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനിയും എടുക്കാൻ പോകുന്ന ആൾ ആരായിരുന്നാലും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു മെയിൽ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഡയൽ ചെയ്യുകയും 100 തവണ വിളിച്ചാൽ പോലും ചിലപ്പോൾ എടുക്കാത്തൊരു ഫോൺ കോൾ അവർ ഒറ്റ കോളിൽ അത് എടുക്കുവാണ്. എടുത്തിട്ട് ഒരു പഞ്ചാബി അയാൾ, ഞാൻ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ക്ഷമയോടുകൂടി അയാൾ അതെല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ മെയിൽ അയക്കാം, കൂടുതൽ ഞാൻ അയക്കത്തില്ല, വെൻ യോർ സിസ്റ്റർ വാസ് സ്റ്റഡിങ് ഹിയർ ആ കോളേജ് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് വാലിഡ്, ഇത്രയും ഞാൻ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ പക്ഷെ വിശ്വസിച്ചില്ല. ഒരാൾ വേർബലി പറയുന്ന ഒരു കാര്യമാണ്, അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ പറയുക. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ പറയുക, എംബസിയിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്, ദാറ്റ് യുവർ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന്. അപ്പോൾ അവൾക്കിനി അവിടെ ജോലി ചെയ്യാനും ഫർദർ സ്റ്റഡീസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാതാവ് തുറന്നു കൊടുത്തത്. ഇതുവഴി അവളും അവളുടെ കുടുംബവും ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നേക്കുവാണ്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1:37 നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. അതാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. അത് നടത്തി കിട്ടി. അവർ ഓൺലൈൻ ഉടമ്പടിയിലാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ നാട്ടിൽ വരുമ്പം തീർത്ഥാടക ഉടമ്പടി എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞേക്കുവാണ്. നെക്സ്റ്റാണ് എൻ്റെ ഓസ്ട്രേലിയൻ വിസ. ഞാൻ IELTS ക്ലിയർ ചെയ്ത് ന്യൂസിലാൻഡിൽ പോയി എല്ലാവരും ചെയ്യുന്നതായിട്ട് കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടി. ഈ 2024 ഒക്ടോബറിലാണ് ഞാൻ ആ കോഴ്സ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ള ടൈമാണ്, റിസഷൻ നടക്കുക ന്യൂസിലാൻഡിൽ. എല്ലാവരും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, ജോലിയൊന്നും കിട്ടത്തില്ലെന്ന്. വൺസ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ അവിടെ വരുന്നതിന് മുമ്പേ എല്ലാവരും തിരിച്ചു വന്ന് എൻ്റെ കൂടെ ഉള്ളവർ. പക്ഷെ ഞാൻ 1 മാസം കൂടെ നിൽക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഫെബ് വരെ ഞാൻ അവിടെ നിന്നിട്ട്, കാരണം പപ്പ ഒക്കെ പറയും ലഭിക്കും, നിനക്ക് കിട്ടും എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയെക്കാട്ടിലും ഞാൻ കൂടുതൽ വിചാരിച്ച എൻ്റെ അപ്പനും അമ്മയും വയ്യാത്തവരാണ്, അവർ റാസയ്ക്ക് വരെ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ബൈ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി എനിക്കൊരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഇത് കാണിച്ചു തരണേ അടയാളം എന്ന്. ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിൽ കുറേ കാര്യങ്ങൾ, എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. പലതവണ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിൽ ഡേറ്റ് അടിക്കാം. അപ്പോൾ ഒരു കൃത്യ ഡേറ്റ് എനിക്ക് വരുന്നില്ല. ബട്ട് ഞാൻ എഴുതിയിട്ട് ഫസ്റ്റ് വീക്ക് എൻഡ് ആകുന്നതിന് മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചതാണ്. അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറയും, ഈ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് വരുന്നുണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കടിയെന്ന്. ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യാത്തത്, എനിക്ക് 0 മെറിറ്റാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ ഇൻ്റർവ്യൂ വന്നേക്കുവാണ്. ആ ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് കാശ് രൂപ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് ഒരു ഫസ്റ്റ് ഒന്ന് വിൽക്കാതെ, ഒരു ആൻസർ പോലും വിടാതെ, ഒരു അറിവും ഇല്ലാത്തൊരു മെൻ്റൽ ഹെൽത്താണ്. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആ ഡിപ്പാർട്ട്മെൻറ്റിൽ. ബട്ട് അവർ ചോദിക്കുന്ന ഓരോ ആൻസറിലും അവരാഗ്രഹിക്കുന്നതിലുപരിയായിട്ട് എനിക്ക് സംസാരിക്കാൻ മാതാവ് ശക്തി തന്നു. ഞാൻ അപ്പം അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എനിക്ക് 0 മെറിറ്റാണ് അവിടെ, ബിക്കോസ് ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. എന്നെ സെലക്ഷൻ എനിക്ക് കിട്ടി അവിടെ. ഞാൻ 2 ജൂലൈയിൽ വിത്ത് ഫാമിലി ഞങ്ങൾ 4 പേരും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. എൻ്റെ വിസ ടിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച്. വൺസ് അവരെല്ലാം എൻ്റെ ഒപ്പത്ത് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പം, അവിടെ സാക്ഷ്യം എഴുതാൻ നിൽക്കുമ്പം ഒരു അത്ഭുതം സംഭവിച്ചു. അതും എൻ്റെ സിസ്റ്റർ വരാതെ അത് പറയാൻ പറ്റത്തില്ല എനിക്ക്. അപ്പം മാതാവിൻ്റെ ശക്തി വെളുത്തപ്പെടുവാണ്. ഈ കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നുള്ളത് എൻ്റെ ആത്മാവിന് ഭയങ്കര ഒരു ശാന്തതയും എനിക്കൊരു ഡയറക്ഷനാണ്. എൻ്റെ ലൈഫിലൊരു ഡയറക്ഷൻ കാണിച്ചു തരുമോ, നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. എനിക്കൊരു പേടിയില്ല. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് മാനാണ്. ഞങ്ങൾ ബിസിനസ്സിൽ ഭയങ്കര ക്രൈസിസ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഒരു പേടിയില്ല. ആൾക്കാരെന്നോട് ചോദിക്കുന്നത് എനിക്കൊരു ടെൻഷനില്ലേ, എനിക്കറിയില്ല, എനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും ഒരു ഭയമില്ല. സ്പിരിച്വൽ ഗ്രോത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇതിൽ. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും റെഗുലാരിറ്റി എനിക്കില്ലായിരുന്നു പ്രാർത്ഥനയിൽ. അപ്പോൾ ഈ കൊടുമ്പടിയിൽ വന്നപ്പം കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ ഇരുത്തി. മറ്റേതൊരു റീസണായിരുന്നു, കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാമെന്നുള്ള രീതി സമാധാനത്തോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന പിന്നെ നടക്കാതാവും.
ഇപ്പം ഞങ്ങൾ എത്ര കുഞ്ഞുങ്ങളും അത് ശീലിച്ചു പോയി. കൊച്ച് വരെ അമ്മ മാതാവിൻ്റെ തൈലമാണ് എപ്പോഴും ചോദിക്കുന്നത്. ഒരു ചുമ പോലും വന്നാൽ പോലും, എന്ത് വന്നാലും, ഒരു കൊതുക് കടിച്ചാൽ പോലും അവൾ പറയും, അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പം പിള്ളേർ പോലും അത്ര ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നിരിക്കുവാണ്. പിന്നെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ളൊരു ശക്തി കിട്ടിയിട്ടുണ്ട്. അതായത് ആരെന്ത് പറഞ്ഞാലും അവരുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കും അവരെന്താണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗുജറാത്തിലാണ്. അപ്പം ഉടമ്പടി ന്യൂസ് പേപ്പർ അവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടാണ് എല്ലാ തവണയും പോകുന്നത്. ബട്ട് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് രാവിലെ എണ്ണിക്കുമ്പോൾ ഡെയിലി ബ്രെഡ് കാണും. ആ ഡെയിലി ബ്രെഡിലൂടെ എനിക്കൊരു പ്രചോദനം കിട്ടിയേക്കുവാണ്. എൻ്റെ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ആ തോട്ടിനെ കുറിച്ച് ഞാൻ ബൈബിൾ വേഴ്സസ് എടുത്തിട്ട് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എഴുതുന്നത് എൻ്റെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും. ഞാൻ ഉടമ്പടി വന്ന് എൻ്റെ അനുഭവങ്ങൾ പറയുമ്പം എൻ്റെ കസിൻസ്, എൻ്റെ ഫാമിലിയിലുള്ളവർ, എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ഉടമ്പടിയിലാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി എടുത്തു, തീർത്ഥാടക ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങൾ ഫുള്ള് ഫാമിലി ഇപ്പോൾ ഒരു കവറേജിനകത്താണ്. ഇത്രത്തോളം അനുഗ്രഹിച്ച് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 43 19 തിരുവചനം പറയുന്നു, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന മഹാകാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. GB ബാബുവിടെ തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ഒരു കൃപാസന പ്രത്യക്ഷീകരണ സാക്ഷിയായി ഇവിടെ നിൽക്കുകയാണ്. തനിക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും ഒക്കെ GB ഇവിടെ നന്ദി പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. താനൊരു നോട്ട് ബൈ മെറിറ്റ് പേഴ്സൺ ആയിരുന്നുവെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. OET എഴുതി പല പ്രാവശ്യം അത് അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ, എന്നാൽ ഞാൻ മറ്റൊന്നിലേക്ക് മാറാം, എനിക്ക് ഇംഗ്ലീഷിൽ യാതൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര പോരാ എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് IELTS എഴുതാൻ താൻ തുനിഞ്ഞതും. പരിശുദ്ധ അമ്മയോട് കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയോട് യാചിച്ചപ്പോഴുണ്ടായ ആ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് ഏതൊരു ചെങ്കടൽ കടക്കുവാനും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമെന്ന് വലിയ ബോധ്യത്തോടു കൂടിയാണ് ആ പരീക്ഷ താൻ എഴുതിയതും. അതിൽ വൻ വിജയം ലഭിച്ചു. ഒരു മെറിറ്റിനേക്കാൾ കൂടുതൽ റിക്വയർഡ് പെർസെൻറ്റേജ് നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തന്നെ അനുഗ്രഹിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈ ദൈവത്തിന് നന്ദി പറയാം. ഒരു കാര്യം ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും തൻ്റെ മകൻ്റെ ആ നൈറ്റ് മെയറിൽ നിന്നുള്ള വലിയ ഒരു ആശ്വാസം. മകനെ ഹലൂസിനേഷനോ അല്ലെങ്കിൽ ഒരു നൈറ്റ് മെയറോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് തൻ്റെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ഒരു വികൃതമായ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രത്യേകത കുഞ്ഞിനുണ്ടായിരുന്നു. തൻ്റെ ഏക ഉടമ്പടി വസ്തുക്കളായിരുന്നു തനിക്കുള്ള ഏക മെഡിസിൻ. ബുദ്ധി കൊണ്ടല്ലാതെ, താനൊരു നേഴ്സാണ്, ബുദ്ധി കൊണ്ടല്ലാതെ വിശ്വാസം കൊണ്ടും വിശ്വസ്തത കൊണ്ടും നേടിയെടുക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളാണ് ജിബിക്ക് പറയാനുള്ളത്. അന്ന് തനിക്ക് മനസ്സിലായി, തൻ്റെ ഉടമ്പടി കാശുരൂപം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ തനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും നഷ്ടപ്പെടുമെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് താൻ കടന്നു വന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തന്നോടുകൂടെ ഉണ്ടായിരിക്കണം എന്ന്, താൻ ഉടമ്പടിയിൽ ജീവിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നു എന്നൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു ഓരോ സംഭവങ്ങളിലും സാക്ഷ്യങ്ങളിലും തനിക്ക് വെളിപ്പെടുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ, തൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ സ്ഥിരീകരണം മാത്രമാണെങ്കിൽ ആ ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് ഈശോയെ പ്രാപിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ തൻ്റെ ഉടമ്പടി വെറും 0 ആണ്. ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഒരു 0 മെറിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന, വെളിപ്പെടുത്തി കിട്ടുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മൾ 0 ആയി പോകുന്ന ഒരു അവസ്ഥ.
നമ്മുടെ ആത്മീയ വളർച്ചയിൽ എനിക്ക് പരിശുദ്ധ അമ്മയോട് കൺസൾട്ട് ചെയ്യുവാനും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ, ഈശോയ്ക്ക് പ്രതിനന്ദിയായി റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉടമ്പടിയിലല്ല എന്ന് നമുക്ക് തീർച്ചയാക്കാം. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും റിലേറ്റീവ്സിനെയും കസിൻസിനെയും എല്ലാം നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. ഞാൻ ദൈവത്തിലേക്ക് അടുക്കുന്നു, എൻ്റെ ഉടമ്പടി ഒരു പ്രോസസ്സിലാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. അവിടെയെല്ലാം നമ്മെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നു, നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു. സഞ്ചാരി മാതാവ്, സഹരക്ഷക നമ്മോടൊപ്പമുണ്ട്. കുരിശിനടിയിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ, വചനം, നമ്മുടെ വചനങ്ങളെല്ലാം ഇന്ന് മാംസമാക്കി തരുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ, നാം ഏഞ്ചലൂസ് എന്ന പ്രാർത്ഥന, കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമാകും. നമുക്കും നാം പറയുന്ന കാര്യങ്ങളെല്ലാം മാംസമാകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. നമുക്ക് ഈശോ അതെല്ലാം സാധിച്ചു തരുമ്പോഴാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ചയിലൂടെ ഈശോയിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് എല്ലാ ജീവിതാവസ്ഥകളിലും വചനം മാംസമാകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയോടും ഈശോയോടും നമുക്ക് നന്ദി പറയാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതാവസ്ഥയിൽ നമുക്ക് മാറ്റുരച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മൊബൈൽ നമ്മെ അതിലുള്ള ആ കമ്പ്യൂട്ടർ നമ്മളെ ഓർമ്മിപ്പിക്കും, ആപ് കവറേജ് ക്ഷേത്രക്കെ ബാഹറേ, നമ്മൾ കവറേജ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്താണ്. നമ്മൾ ഈശോയിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഉടമ്പടിയിലില്ലാത്ത അവസ്ഥ. നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആ കവറേജ് ലഭിക്കുന്നത്, നമുക്ക് ആ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. നമുക്ക് എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. GB ബാബുവിൻ്റെ ഈ വലിയ മനോഹരമായ സാക്ഷ്യത്തിനെ, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.